സന്നിധോ പറന്നിടും ഞാൻ മറുരൂപമായി പരമേശ്വരാജൻ സന്നിധോ ദൂതസംഘമാകവേ എന്നെ എതിരേൽക്കുവാൻ സദാ സന്നദ്ധനായി നിന്നിടുന്നേ ശുഭ്രവസ്ത്രധാരിയായി എന്റെ പ്രിയന്റെ മുന്നിൽ ഹല്ലേലൂയ പാടിടും ഞാൻ ശുഭ്രവസ്ത്രധാരിയായി എന്റെ പ്രിയന്റെ മുന്നിൽ ഹല്ലേലൂയ പാടിടും ഞാൻ. ഏറെ നാളായി കാൺമാനാശയാ കാത്തിരുന്ന എന്റെ പ്രിയനേ തേജസ്സോടെ ഞാൻ കാണുന്ന നേരം തിരുമാർവോടണഞ്ഞിടുമേ തേജസ്സോടെ ഞാൻ കാണുന്ന നേരം തിരുമാർവോടണഞ്ഞിടുമേ ദൂതസംഘമാകവേ എന്നെ എതിരേൽക്കുവാൻ സദാ സന്നദ്ധനായി നിന്നിടുന്നേ ശുഭ്രവസ്ത്രധാരിയായി എന്റെ പ്രിയന്റെ മുന്നിൽ ഹല്ലേലൂയ പാടിടും ഞാൻ ശുഭ്രവസ്ത്രധാരിയായി എന്റെ പ്രിയന്റെ മുന്നിൽ ഹല്ലേലൂയ പാടിടും ഞാൻ. നീതിമാന്മാരായ സിദ്ധന്മാർ ജീവനും വേറുത്ത വീരന്മാർ വീണകളേന്തി ദാനം പാടുമ്പോൾ ഞാനും ചേർന്നു പാടിടുമേ വീണകളേന്തി ദാനം പാടുമ്പോൾ ഞാനും ചേർന്നു പാടിടുമേ ദൂതസംഘമാകവേ എന്നെ എതിരേൽക്കുവാൻ
ഭവനം വിട്ടു പോയെന്ന മോക്ഷേ കൈകളാ തീർക്കാത്ത വീട്ടിൽ പാർത്തിടാമല്ലോ മോക്ഷേ കൈകളാ തീർക്കാത്ത വീട്ടിൽ പാർത്തിടാമല്ലോ. സ്വർഗഭാഗ്യം എത്ര യോഗ്യം ആർക്കു വർണ്ണിക്കാതിൻ ഭാഗ്യം ഓർക്കും തോറും എനിക്കാശ നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ വാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, അവിടുത്തെ തിരുമുൻപാകെ അടിയങ്ങൾ തലകൾ വണക്കുന്നു. പിതാവേ, ഞങ്ങളുടെ വാത്സല്യ പിതാവ് കലയപുരത്ത് ഷാരൂൺ വില്ലയിൽ പൊടിയച്ചൻ എന്ന വിളിപ്പേരുള്ള വൈ ഇടുക്കള എന്ന ഈ പ്രിയ അപ്പച്ചനെ നീണ്ട 88 വർഷക്കാലം ഈ ഭൂമിയിൽ ജീവിക്കുവാൻ ആയുസ്സും
ആരോഗ്യവും ദൈവം നൽകി. ആമേൻ. പ്രിയ തങ്കമ്മച്ചിയെ സഹധർമ്മിണിയായി നൽകി. 6 കുഞ്ഞുങ്ങളെ, 4 പെൺമക്കളെയും 2 ആൺമക്കളെയും ദൈവം നൽകി. അവരിൽ കൂടെ മരുമക്കളെ ദൈവം നൽകി. കൊച്ചുമക്കളെ ദൈവം നൽകി. ആമേൻ. കഷ്ടതയുടെയും പ്രയാസങ്ങളുടെയും ആമേൻ ഹല്ലേലൂയ നാളുകളിലും അറിഞ്ഞ സത്യത്തിന് വേണ്ടി അന്ത്യം വരെ വിശ്വസ്തയോട് വില കൊടുത്ത് നിൽപ്പാൻ പ്രിയ പിതാവിന് ദൈവം അവസരങ്ങൾ നൽകിയല്ലോ. ആമേൻ. മക്കളിൽ ആമേൻ മൂത്ത മകനെയും പാസ്റ്റർ ഈ യോഹന്നാൻ ഹല്ലേലൂയ പെൺമക്കളിൽ ആമേൻ പ്രിയ സിസ്റ്റർ കുഞ്ഞുമോൾ, പ്രിയ സിസ്റ്റർ ഗ്രേസമ്മ, ആമേൻ ഹല്ലേലൂയ കൊച്ചുമക്കളിൽ ചിലൻ കർത്താവിന്റെ വേലയ്ക്കായും കൂടെ നൽകുവാൻ ഞങ്ങളുടെ പ്രിയ പിതാവ് മഹാമനസ്കത കാണിച്ചു. ആമേൻ. അവരൊക്കെ കർത്താവിന്റെ വയലിൽ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ നിൽക്കുന്ന വിവരങ്ങൾ കണ്ടും അറിഞ്ഞും അനുഭവിച്ചും സന്തോഷിപ്പാൻ ഇടയാക്കി. അവരുടെ എല്ലാവരുടെയും ആമേൻ ശുശ്രൂഷകൾ അനുഭവിപ്പാൻ ഇടയായി. ആമേൻ. കഴിഞ്ഞ ബുധനാഴ്ച രാവിലെ 9 മണിക്ക് ശേഷം പ്രിയ പിതാവിനെ നിത്യവിശ്രമത്തിനായി തിരുസന്നിധിയോട് വിളിച്ചു ചേർക്കുന്നതിന് അങ്ങയ്ക്ക് തിരികിടം തോന്നി. ഹല്ലേലൂയ. കർത്താവെ, ഇന്ന് പകൽ തുടർന്ന് അപ്പച്ചന് അവൻ ഭൗതിക ശരീരത്തിന് ഭക്തി നിർഭരമായിരിക്കുന്ന ഒരു അന്ത്യയാത്രയയപ്പ് നൽകേണ്ടതിനായി ആമേൻ കുടുംബാംഗങ്ങൾ, പ്രിയപ്പെട്ടവർ ഞങ്ങളെല്ലാവരും ആഗ്രഹിക്കുന്നുവല്ലോ. ആമേൻ. അമ്മച്ചിയെയും കുഞ്ഞുങ്ങളെ എല്ലാവരെയും, എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം ആശ്വസിപ്പിക്കണമേ. ഇവിടെ ആയിരിക്കുന്ന എല്ലാ വിലപ്പെട്ടവരെയും കർത്താവിന്റെ വിലയേറിയ അഭിഷക്തന്മാരെയും തിരുമുൻപാകെ തരുന്നു. തുടർന്നുള്ള എല്ലാ ശുശ്രൂഷകളെയും ദൈവം അനുഗ്രഹിക്കും, പുത്രനെ മഹത്വപ്പെടുത്തും. യേശുക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ ഞങ്ങൾ അപേക്ഷിക്കുമ്പോൾ കേൾക്കണം പിതാവേ. കർത്താവിന്റെ മഹത്വം. നമ്മുടെ ഡിസ്ട്രിക്റ്റിന്റെ അസിസ്റ്റന്റ് സൂപ്രണ്ടായി സേവനം അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്ന ബഹുമാന്യ റവറന്റ് ഡോക്ടർ ഫിലിപ്പ് സാറ് നമ്മുടെ മധ്യത്തിൽ ഉണ്ട്. ഇന്ന് സെക്കൻഡ് സാറ്റർഡേ ആയതിനാൽ മിക്ക സെക്ഷനുകളിലും മീറ്റിങ്ങുകൾ, സെക്ഷന്റെ മീറ്റിങ്ങുകളും മറ്റും ഉണ്ട്. ഞങ്ങളുടെ കുണ്ടർ സെക്ഷനിലും മീറ്റിംഗ് ഉണ്ട്. ഞങ്ങളും ഇത് വെള്ളിയാഴ്ചത്തേക്ക് ഈ ശുശ്രൂഷ മാറ്റണമെന്ന് താല്പര്യപ്പെട്ടതാണെങ്കിലും ചില അടിയന്തരമായ ചില സാഹചര്യങ്ങൾ വന്നതിനാൽ ഇന്നത്തേക്ക് മാറ്റേണ്ടതായിട്ട് വന്നു. അതുകൊണ്ട് പ്രിയ ഫിലിപ്പ് സാറിന് നമ്മോട് ആദ്യന്തം ഈ ശുശ്രൂഷയിൽ സംബന്ധിപ്പാൻ കഴിയുന്നില്ല. അതുകൊണ്ട് ആമേൻ ഹല്ലേലൂയ പ്രിയ സാറ് ആമേൻ അല്പനിമിഷങ്ങൾ എടുക്കും. അതിന് മുൻപായിട്ട് നമ്മുടെ കുണ്ടറ സെക്ഷന്റെ സെക്രട്ടറി ആയിരിക്കുന്ന പാസ്റ്റർ വൈസോളമൻ മാത്യൂസ് കോശി പാസ്റ്റർ പ്രസ്പിറ്റർ ഇവിടെ ഉണ്ട്. അദ്ദേഹം ഇതിന് ഇടയിൽ തന്നെ ശുശ്രൂഷ അവസാനിക്കുന്നതിന് മുമ്പ് വന്നു ചേരും. അപ്പോൾ ദൈവദാസന് ആമേൻ സമയം നൽകുന്നതായിരിക്കും. സെക്രട്ടറി വൈസോളമൻ ചില വാക്കുകൾ പറഞ്ഞ് അനന്തരം ഫിലിപ്പ് സാർ. പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഈ പ്രത്യാശ നിർഭരമായ ഈ അന്തരീക്ഷത്തിൽ ഈ വാത്സല്യ ഭവനവാസികളോടും സഭാവിശ്വാസികളോടും ദൈവദാസന്മാരുടെ കൂടെ ആയിരിക്കുവാൻ സ്വർഗത്തിലെ ദൈവം എനിക്ക് നൽകിയ നല്ല സാവകാശത്തിനായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ ദീർഘനാളുകളായി പരിചയത്തിലും ആത്മീയ ബന്ധത്തിലും പരിചയമുള്ളതായ പ്രിയപ്പെട്ട പാസ്റ്റർ യോഹന്നാൻ അവരുടെ പിതാവിൻ്റെ വേർപാടുള്ള ബന്ധത്തിൽ ആണല്ലോ നമ്മളെല്ലാവരും ഇവിടെ ആയിരിക്കുന്നത്. ഈ പ്രിയപ്പെട്ട പിതാവിനെക്കുറിച്ച് മനസ്സിലാക്കിയിരിക്കുന്നു. കഴിഞ്ഞ ദീർഘനാളുകൾ വിശ്വാസം നിലനിൽക്കുവാനും മക്കളെയും മരുമക്കളെയും ഒക്കെ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി പ്രചോദനം നൽകി പ്രാർത്ഥിക്കുവാനും അതിനുവേണ്ടി പ്രവർത്തിക്കുവാനും പ്രിയപ്പെട്ട പിതാവിനും കുടുംബത്തിനും ദൈവം കൊടുത്ത നല്ല അവസരത്തിനായി സ്തോത്രം ചെയ്യുന്നു. 87 വയസ്സോളം പ്രായമുള്ള ഈ പ്രിയപ്പെട്ട പിതാവിൻ്റെ അന്ത്യശുശ്രൂഷയുള്ള ബന്ധത്തിൽ ഞങ്ങൾക്കായിരിക്കാൻ ദൈവം കൃപ ചെയ്തതിനായി സ്തോത്രം ചെയ്യുന്നു. നല്ലൊരു യാത്രയപ്പ് നൽകി പ്രിയപ്പെട്ട പിതാവിന് താൻ പ്രിയം ചെയ്ത ദേശത്തേക്ക് കടന്നു പോയിരിക്കുകയാൽ നമുക്കെല്ലാവർക്കും ഇന്ന് പകൽക്കാലം മാനുഷികമായ ദുഃഖമുണ്ടെങ്കിലും ദൈവത്തിൻ്റെ ഹിതം ദൈവം നിവർത്തിക്കുന്നു എന്നോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ പുത്തോൽ കാരിക്കൽ സഭയുടെയും ഞങ്ങളുടെ കുടുംബത്തിൻ്റെയും സകലവിധ ദുഃഖവും പ്രത്യാശയും ഈ തരുണത്തിൽ രേഖപ്പെടുത്തിക്കൊണ്ട് എൻ്റെ വാക്കുകൾ വിരമിക്കുന്നു. ദൈവം സഹായിക്കട്ടെ. തുടർന്ന് ബഹുമാനപ്പെട്ട ഫിലിപ്പ് സാർ. ഈ സന്ദർഭത്തിൽ പ്രിയ മാതാവിനോട്, മക്കളോട്, മരുമക്കളോട്, കുടുംബാംഗങ്ങളോട് മാനുഷികമായ നിലയിൽ ഞാൻ എന്തെല്ലാം പ്രസ്താവിച്ചാലും നിങ്ങളുടെ ദുഃഖത്തെ മാറ്റുവാൻ എൻ്റെ വാക്കുകൾക്ക് ഒരു പരിധിവരെ മാത്രമേ കഴിയുകയുള്ളൂ. ദീർഘവർഷങ്ങളായി ഞാൻ മുഖത്തല കടന്നു വരികയും ആദ്യകാലം മുതൽ, അതായത് 64 മുതൽ ഇവിടെ
ആരാധിക്കുകയും കൂട്ടായ്മയെ ആചരിക്കുകയും ദൈവമക്കളെയും ദൈവദാസന്മാരെയും സ്നേഹിക്കുകയും ചെയ്യുന്ന പിതാക്കന്മാരോടും മാതാക്കളോടും ഒരുമിച്ച് സഹകരിപ്പാനും അവരെ സ്നേഹിപ്പാനും ഒക്കെയുള്ള അവസരങ്ങൾ എനിക്ക് ലഭിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള കുടുംബത്തിലെ പ്രിയ പിതാവായിരുന്നു പ്രിയ പുടിയിച്ചായൻ. പ്രിയ മാതാവിനെ ദൈവം പ്രത്യാശയാൽ നിറയ്ക്കട്ടെ. മക്കളെ എല്ലാവരെയും ഓർത്ത് കർത്താവിന് ഞങ്ങൾ സ്തോത്രം കരയറ്റുകയാണ്. പാസ്റ്റർ യോഹന്നാൻ, അതുപോലെ സഹോദരൻ ബേബി, പ്രിയ ഗ്രേസമ്മ, പാസ്റ്റർ ജോർജ് വർഗീസ്, അതുപോലെ പെൺമക്കൾ, ഓരോരുത്തര്, കുടുംബാംഗങ്ങൾ, കൊച്ചുമക്കൾ, ബന്ധുക്കൾ, നിങ്ങളെ എല്ലാവരെയും ദൈവം പ്രത്യാശയാൽ നിറയ്ക്കട്ടെ. ഈ സഭയുടെ പാസ്റ്റർ ആയിരിക്കുന്ന പാസ്റ്റർ ഫിലിപ്പ് ചാക്കോ, നമ്മുടെ സെക്ഷൻ പ്രസ്ബിറ്റർ പാസ്റ്റർ മാത്യൂസ് കോശി തുടങ്ങി എല്ലാവരെയും വന്ദനം ചെയ്യുന്നു. ഇന്നത്തെ ദിവസം നേരത്തെ ഉള്ള ഒരു ക്രമീകരണം അനുസരിച്ചുള്ള യോഗത്തിന് അത്യാവശ്യമായി പങ്കെടുക്കേണ്ടതുകൊണ്ട് എനിക്ക് ഇതിന് ശേഷമുള്ള സമയങ്ങൾ ഇവിടെ ആയിരിക്കാൻ കഴിയുന്നില്ല. പിതാവിന്റെ നല്ല ഓർമ്മകൾ എന്റെയും മനസ്സിലുണ്ട്. ഒരു വ്യക്തി ദൈവത്തെ എങ്ങനെ സേവിച്ചു എന്നുള്ളതിന്റെ ആത്യന്തികമായ അടയാളം ഭൂമിയിലായിരിക്കുമ്പോൾ തന്നെ ഒരു പരിധിവരെ കാണാം. താൻ ഏത് കർത്താവിനെ സേവിച്ചു, പരമാർത്ഥതയോടെ ജീവിച്ചു, അതിന്റെ തെളിവാണ് തന്റെ മക്കൾ ഓരോരുത്തരും. ദൈവത്തെ സ്നേഹിപ്പാൻ ഇറങ്ങിത്തിരിക്കുമ്പോൾ മക്കൾ വേറെ ഏതെങ്കിലും ജോലിക്ക് വേണ്ടി പോയി ആ നിലയിൽ കുടുംബത്തിന്റെ ഭൗതികമായ കാര്യങ്ങൾ നിർവഹിക്കുക, ഉയർച്ചയ്ക്കായി അധ്വാനിക്കുക സ്വാഭാവികമായ ചിന്തയാണ്. എങ്കിലും മക്കള് പാസ്റ്റർ യോഹന്നാൻ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി തന്നെ സമർപ്പിച്ചു ഇറങ്ങി. അതുപോലെ കുടുംബത്തിൽ മരുമക്കളൊക്കെ കർത്താവിന്റെ വേലയിലായിരിക്കുന്നുവല്ലോ. എന്റെ കുടുംബത്തിന്റെ ദുഃഖം മാത്രമല്ല പ്രത്യാശയും അറിയിക്കും. തോന്നിയാമലയുള്ള ഞങ്ങളുടെ കുടുംബാംഗങ്ങൾ അനേകര്, സഭയിലുള്ളവരൊക്കെ നീ കുടുംബത്തോടുള്ള ബന്ധത്തിൽ സ്നേഹത്തിലുള്ളവരാണ്. ഒരു വേദഭാഗം വായിച്ച് ചുരുക്കം ചില വാക്കുകൾ പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കാം. കാണുന്നതിനെ അല്ല, കാണാത്തതിനെ അത്രേ ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നു. കാണുന്നത് താൽക്കാലികം, കാണാത്തതോ നിത്യം. കൂടാരമായ ഞങ്ങളുടെ ഭൗമഭവനം അഴിഞ്ഞുപോയാൽ കൈപ്പണിയല്ലാത്ത നിത്യഭവനമായി ദൈവത്തിന്റെ ദാനമായ ഒരു കെട്ടിടം ഞങ്ങൾക്ക് സ്വർഗത്തിലുണ്ട് എന്നറിയുന്നു. ഈ കൂടാരത്തിൽ ഞരങ്ങിക്കൊണ്ട് ഞങ്ങൾ നഗ്നരായിട്ടല്ല, ഉടുപ്പുള്ളവർ ആയിരിക്കുന്നു. അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന്റെ മുൻപാകെ വെളിപ്പെടണം. എന്റെ അറിവിൽ 88 വയസ്സുവരെ ഈ ഭൂമിയിൽ പാർത്തു. ഞങ്ങളുടെ പുറമേയുള്ള മനുഷ്യൻ ക്ഷയിച്ചു പോകുന്നുവെന്ന് ഭക്തൻ പറയുന്നു. ദൈവത്തെ സേവിക്കുന്നവരുടെയും പുറമേയുള്ള മനുഷ്യൻ ക്ഷയിച്ചു പോകാമോ? പോകാം, അല്ലേ? പ്രായമാകുന്നു, കാലങ്ങൾ കഴിയുന്നു, നമ്മുടെ ബലം, നമ്മുടെ ആരോഗ്യം ഇതൊക്കെ കുറഞ്ഞേക്കാം. പുറമേയുള്ളവൻ ക്ഷയിച്ചു പോകുന്നുവെങ്കിലും അകമേയും ഒരു പ്രത്യാശ ഈ പ്രിയ പിതാവിന് ഉണ്ട്. ഈ കൂടാരത്തിൽ ഞരങ്ങി. ഭക്തന്മാർക്ക് ഞരക്കമുണ്ട്, നെടുവീർപ്പുണ്ട്, രോഗമുണ്ട്, കഷ്ടതയുണ്ട്. ഇതിന്റെ മധ്യത്തിലൊക്കെ അവരുടെ ആത്യന്തിക പ്രത്യാശ എന്താണ്? ഇതിനൊക്കെ കർത്താവ് ഒരു പരിഹാരം വരുത്തും. എങ്ങനെയാണ്? കൂടാരമായി ഞങ്ങളുടെ ഭൗമഭവനം അഴിഞ്ഞുപോയി. വർഷങ്ങൾ ഇവിടെ പാർത്തു, മറ്റുള്ളവരെ സ്നേഹിച്ചു, ദൈവം തനിക്ക് നൽകിയ സഹധർമ്മിണിയെ സ്നേഹിച്ചു, മക്കളെ സ്നേഹിച്ചു, മരുമക്കളെ സ്നേഹിച്ചു. ദൈവം തന്നെക്കുറിച്ച് ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കുവാൻ തക്കവണ്ണം ദൈവം അവസരം നൽകി. യേശു 33 വയസ്സ് കഴിഞ്ഞപ്പോഴാ ഈ ഭൂമിയിൽ നിന്ന് കർത്താവ് തനിക്ക് നൽകിയ മഹത്വത്തിലേക്ക് പ്രവേശിച്ചത് ക്രൂശീകരണത്തിന് ശേഷം. എങ്കിലും കർത്താവ് പറഞ്ഞു, കർത്താവേ, പിതാവേ, നീ എനിക്ക് നൽകിയിട്ടുള്ള ജോലി ഞാൻ നിർവഹിച്ചു, ഇപ്പൊ നിന്റെ അടുക്കലേക്ക് വരും. ഇതാ പ്രിയ അച്ചാനും പറയാനുള്ളത്. ദൈവം തന്നെ ഏൽപ്പിച്ചു, ഉത്തരവാദിത്വം നിർവഹിച്ചു. ഈ കൂടാരം വിട്ടാൽ ഇനി എവിടേക്കാണ്? ഞാൻ നിങ്ങളെ കാണുന്നു, നിങ്ങൾ എന്നെ കാണുന്നു, ഇത് യാഥാർത്ഥ്യമാണല്ലേ? ഈ ശരീരം ദ്രവത്വമുള്ളതാണ്, ഈ ശരീരം ബലഹീനതയുള്ളതാണ്, ഈ ശരീരം താഴ്ചയുള്ളതാണ്. എന്നാൽ സ്വർഗീയമായ ഒരു ശരീരം ഇതിനു മീതെ ധരിക്കാൻ പോകുകയാണ്. ഇതാ ഭക്തന്റെ പ്രത്യാശ. വയസ്സ് ചെന്ന് അസ്തമിക്കും എന്നല്ല, ഇതിനു മീതെ ഒരു സ്വർഗീയമായ പാർപ്പിടം ഉണ്ട്. കർത്താവിന്റെ മുൻപിൽ നിൽക്കും. തന്നെ കാണാമെന്നുള്ളത് മാത്രമല്ല, ദൈവത്തെ സ്നേഹിച്ചത്, കർത്താവിന്റെ വേലയ്ക്കായി കൊടുത്തത്, ദൈവം തന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്വങ്ങൾ നിർവഹിച്ച ഇതിനൊക്കെ പ്രതിഫലവും കിട്ടുന്ന ഒരു ദിവസമുണ്ട്. അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്ത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം
ഒരു പ്രതിഫലവുമുണ്ട്. വിജയികളായ കളിക്കാര് അവരുടെ സമ്മാനം വാങ്ങാൻ, കിരീടം വാങ്ങാൻ പ്രധാന വിശിഷ്ടാതിഥിയുടെ മുൻപിൽ നിൽക്കുന്ന പോലെ ഞാനും നിങ്ങളും കർത്താവിന്റെ മുൻപിൽ നിൽക്കുന്ന ഒരു ദിവസമുണ്ട്. ഇന്ന് ഈ പിതാവിന്റെ ചേതനയറ്റ അല്ലെങ്കിൽ ജീവനില്ലാത്ത ശരീരമാണ്. പക്ഷേ തേജസ്കരിക്കപ്പെട്ട ഒരു ശരീരം യേശുക്രിസ്തു മുഖാന്തരം തന്റെ മരണത്താലും ഉയർത്തെഴുന്നേൽപ്പിനാലും നമുക്ക് ലഭിക്കാൻ പോകുന്നു എന്നുള്ള പ്രത്യാശയുടെ ആ ഒരു ചെറിയ ശബ്ദമെങ്കിലും ഈ ഭവനത്തിൽ നിന്ന് ഈ ശരീരം നീക്കുന്നതിന് മുൻപ്, എടുത്തു മാറ്റുന്നതിന് മുൻപ്, ഈ ഭവനത്തോട് പ്രിയ പിതാവിന്റെ ദേഹം യാത്ര പറയുന്നതിന് മുൻപ് എനിക്കും നിങ്ങൾക്കും പ്രിയ പിതാവിനെ കാണാം എന്ന് പ്രത്യാശയുള്ളവര് കൈകളുയർത്തി കർത്താവിനൊരു ചെറിയ സ്തോത്രം പറയുമോ? ഈ നിലയിലല്ല, തേജസ്കരിക്കപ്പെട്ട ശരീരത്തിൽ നാം കാണും. അതിനായി പ്രിയ സഹോദര സഹോദരിമാരെ, നിങ്ങൾ ഒരുങ്ങുക. ഇന്ന് മരിച്ചാൽ നിങ്ങൾ എവിടെ പോകും? കർത്താവിന്റെ അടുക്കൽ പോകുമോ? ഉറപ്പുള്ള ദൈവജനത്തിനായി സ്തോത്രം. തുടർന്നുള്ള ശുശ്രൂഷകളിലും ദൈവത്തിന്റെ സഹായമുണ്ടായിരിക്കട്ടെ. കടന്നു വരുന്നവര് ഈ പിതാവ് സ്നേഹിച്ച കർത്താവിനെ സ്നേഹിപ്പാൻ പ്രത്യാശയാൽ നിറയുവാനും കൃപ ചെയ്യട്ടെ. മക്കൾ, മരുമക്കൾ, കുടുംബാംഗങ്ങളൊക്കെ ഈ നല്ല കർത്താവിനെ സ്നേഹിപ്പാനും സേവിപ്പാനും വിശ്വസ്തയോടെ കർത്താവിനായി നിലകൊള്ളുവാനും ദൈവം നിങ്ങൾക്ക് കൃപ നൽകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടെ ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. നമ്മുടെ തലകളെ വണക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. തലമുറ തലമുറയായി ഞങ്ങളുടെ സങ്കേതവും ഞങ്ങളുടെ ആശ്രയവുമായിരിക്കുന്ന നല്ല പിതാവേ, ഇന്ന് പകൽക്കാലം ദുഃഖത്തിലും വേദനയിലും ഹൃദയത്തിന്റെ ഭാരത്തിലുമായിരിക്കുന്ന പ്രിയ മാതാവിനോട്, മക്കളോട്, മരുമക്കളോട്, കൊച്ചുമക്കളോട്, കുടുംബാംഗങ്ങളോട് ചേർന്നുകൊണ്ട് ഞങ്ങൾ സഹായത്തിനായി അവിടുത്തെ മുഖത്തേക്ക് നോക്കുന്നു. ദൈവം തന്റെ ജനത്തിന്റെ കണ്ണുനീര് തുടയ്ക്കുമല്ലോ. മരണത്തെ സദാകാലത്തേക്ക് മാറ്റിക്കളയും. കൂടാരമായി ഞങ്ങളുടെ ഈ ഭൗമഭവനം അഴിഞ്ഞു പോയാലും കൈപ്പണിയല്ലാത്ത ഒരു നിത്യ വീട് ഞങ്ങൾക്കായി അവിടെ ഒരുക്കുന്നുണ്ട്. അവിടെ പാർക്കുവാനുള്ള തേജസ്സിന്റെ ഒരു ശരീരവും കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി നൽകുവാൻ പോകുന്നു. ആ വിശ്വാസത്തിനായി സ്തോത്രം. ദൈവത്തെ സ്നേഹിപ്പാനും ദൈവകൃപയിൽ കുഞ്ഞുങ്ങളെ വളർത്താനും ഒക്കെ പ്രിയ പിതാവിന് ഭാഗ്യം നൽകിയല്ലോ. നീതിമാന്റെ തലമുറ അനുഗ്രഹിക്കപ്പെടുമെന്നുള്ളത് ഈ പ്രിയ പിതാവിന്റെ കുടുംബത്തിലും അന്വർത്ഥമാക്കുവാൻ അവിടുന്ന് കൃപ നൽകി. പിതാവിനെ സ്നേഹിച്ച് ശുശ്രൂഷിച്ച തന്റെ മക്കളെയൊക്കെ ദൈവം അനുഗ്രഹിക്കണമേ. സ്വദേശത്തും വിദേശത്തുമായിരിക്കുന്നവർക്കായും പ്രാർത്ഥിക്കുന്നു. തുടർന്നുള്ള ശുശ്രൂഷകളിലും ദൈവത്തിന്റെ സഹായത്തിന്റെ കരം കൂടിയിരിക്കണമേ. എല്ലാവിധമായ അനുഗ്രഹങ്ങളാലും പിന്നെയും ഈ ഭവനത്തിലുള്ള നിന്റെ മക്കളെ നിറച്ച് വഴി നടത്തണം. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപ തോന്നി കേൾക്കണമേ സ്വർഗസ്ഥനായ പിതാവേ. ആമേൻ. പ്രിയ ബഹുമാനപ്പെട്ട പിതാ സാറിനോട് വളരെ നന്ദി പറയുന്നു. കർത്താവിൻ്റെ ദാസൻ യോഹന്നാൻ പാസ്റ്ററെ സ്നേഹിച്ചും ഈ കുടുംബത്തെ സ്നേഹിച്ചും തിരക്കുള്ള സമയത്ത് ഈ രാവിലെ വന്ന് ആമേൻ ഈ കുടുംബാംഗങ്ങൾക്ക് ആവശ്യമുള്ള ആശ്വാസത്തിൻ്റെ വചനങ്ങൾ നൽകി പ്രാർത്ഥിച്ചതിൽ പ്രത്യേകാല കുടുംബത്തിന് വേണ്ടിയും സഭയ്ക്ക് വേണ്ടിയുമുള്ള കൃതജ്ഞതയും സാറിനോട് അറിയിക്കുന്നു. പ്രൈസ് ലോർഡ്. തുടർന്ന് നാം ഈ മൃതശരീരം ഇവിടെ നിന്ന് നമ്മുടെ ആലയത്തിലേക്ക് മാറ്റി തുടർന്നുള്ള എല്ലാ ശുശ്രൂഷകളും അവിടെയും അവിടെ നിന്ന് സെമിത്തേരിയിലേക്കുമാണ് ഈ മൃതശരീരം കൊണ്ടുപോകുന്നത്. ഇപ്പോൾ ഈ സെക്ഷൻ്റെ പ്രസിഡന്റ് പാസ്റ്റർ മാത്യൂസ് കോശി പ്രാർത്ഥിച്ച് അനന്തരം ഈ ബോഡി ഇവിടെ നിന്ന് ചർച്ചിലേക്ക് മാറ്റുന്നതാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ ആശ്വസിപ്പിക്കുന്ന സ്വർഗീയ പിതാവേ, അങ്ങയുടെ പുത്രനും ഞങ്ങളെ വീണ്ടെടുപ്പുകാരനുമായ യേശുക്രിസ്തുവിനെ ആശ്രയിച്ച് ഞങ്ങൾക്ക് ഈ ദുഃഖഭവനത്തിൽ പിതാവിന്റെ ഭൗതിക ശരീരം ഞങ്ങളെ മുൻപാകെ ആയിരിക്കുമ്പോൾ ഞങ്ങളെ വിട്ട് പിതാവ് വാങ്ങിപ്പോയതിന്റെ ആഴമായ ദുഃഖത്തോടുകൂടെ ആയിരിക്കുന്ന പ്രിയ മാതാവ്
മക്കൾ, കുടുംബങ്ങൾ, കൊച്ചുമക്കൾ, കുടുംബത്തോട് ബന്ധപ്പെട്ട എല്ലാവരുമായി ഞങ്ങൾ ഒന്നിച്ച് അങ്ങയുടെ മുഖത്തേക്ക് നോക്കുകയാണ്. ഒരിക്കൽ മരണവും പിന്നെ ന്യായവിധിയും ദൈവം മനുഷ്യർക്ക് നിയമിച്ചിരിക്കുന്നു. ഈ പ്രിയ പിതാവിന് 88 വർഷങ്ങൾക്ക് മുമ്പ് ഈ ഭൂമിയിലേക്ക് ദൈവം അതേ ജനിക്കുവാൻ അനുവാദം നൽകി. തന്റെ ബാല്യപ്രായം, യൗവനപ്രായം, വാർദ്ധക്യ നാളുകളൊക്കെ ദൈവത്തിന്റെ സാന്നിധ്യം കൂടെയിരുന്നു. അനുഗ്രഹീതമായ കുടുംബജീവിതം നൽകി, മക്കളെ നൽകി, എല്ലാറ്റിലുപരി ഒരു ദൈവഭക്തനായി ജീവിപ്പാൻ ദൈവം ഭാഗ്യം നൽകിയല്ലോ. അനേക പിതാക്കന്മാർക്ക് ലഭ്യമാകാത്തിരുന്ന ആത്മീയ സമാധാനത്തിന് ഉടമയായി തന്റെ ജീവിതം പൂർത്തിയാക്കുവാൻ കർത്താവ് തനിക്കൊരുക്കിയ അവസരത്തിനായി സ്തോത്രം. മക്കളും കുടുംബങ്ങളും അതേ ദൈവകൃപയിൽ നിൽക്കുന്നത്, പലരും കർത്താവിന്റെ വേലയിൽ ശക്തിയോടെ അധ്വാനിക്കുന്നത് കണ്ട് വളരെ പ്രത്യാശയോടെ തന്റെ ആയുഷ്യ പൂർത്തിയാക്കുവാൻ കർത്താവ് തനിക്ക് ഭാഗ്യം നൽകിയല്ലോ. നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്ത് നീതിയുടെ കിരീടം പ്രാപിപ്പാനായി കഴിഞ്ഞ ബുധനാഴ്ച രാവിലെ ഞങ്ങളെ വിട്ട് വാങ്ങിപ്പോയ നിന്റെ ദാസന്റെ ആത്മാവ് ഞങ്ങളുടെ സന്നിധിയിൽ വിശ്രമിക്കുന്നല്ലോ. ഭൗതിക ശരീരം ഞങ്ങളുടെ മുൻപാകെ ആയിരിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ മോർച്ചറിയിൽ സൂക്ഷിച്ച് ഈ രാവിലെ ഇവിടെ കൊണ്ടുവന്ന് അന്ത്യമായി ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന ശുശ്രൂഷ അനുഗ്രഹമായി ചെയ്യുവാനായി ഞങ്ങളെല്ലാവരും ഇവിടെ ആയിരിക്കുമ്പോൾ പിതാവ് ഞങ്ങളുടെ മുമ്പാകെ കാട്ടിയ എല്ലാ നല്ല അനുഭവങ്ങളിൽ ഞങ്ങൾ ഓർക്കുന്ന കർത്താവേ, പ്രതിയാൽ ഏറിയ വർഷങ്ങൾ പാർത്ത ആ ഭവനം വിട്ട് അതേ തന്റെ ഭൗതികശരീരമായി ഞങ്ങളിപ്പോൾ ആലയത്തിലേക്ക് കടന്നു പോകുന്നു. അവിടെയുള്ള ശുശ്രൂഷകൾക്ക് ശേഷം ഇന്ന് ഞങ്ങൾ ഉചിതമായി ഈ ഭൗതികശരീരം സംസ്കരിപ്പാനായി താല്പര്യപ്പെടുമ്പോൾ ഞങ്ങളുടെ വലിയ സാന്നിധ്യം ഞങ്ങളുടെ ഉള്ളതിനായി സ്തോത്രം. ആമേൻ. ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നവർ ജീവിതത്തിന്റെ പരിമിതി നന്നായി മനസ്സിലാക്കി ഞങ്ങൾ എത്ര ജീവിച്ചാലും ഈ ലോകം വിട്ട് കടന്നു പോകേണ്ടവരാണ് എന്നുള്ള ചിന്തകൾ ആഴമായി ഞങ്ങളെ സ്പർശിച്ച് ദൈവഭയത്തിൽ മുന്നേറുവാൻ ഇടയാക്കണം എന്ന് പ്രാർത്ഥിക്കും. ശുശ്രൂഷ ലീഡ് ചെയ്യുന്ന ദൈവദാസനായി സ്തോത്രം. അനേക ദൈവദാസന്മാർ ഇപ്പോൾ ഇവിടെ കടന്നു വന്നിട്ടുണ്ടല്ലോ. ഇനി കടന്നു വരേണ്ട എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത് പ്രാർത്ഥിക്കും. പ്രധാന ശുശ്രൂഷ നിർവഹിക്കാനായി കടന്നു വന്ന ദൈവദാസന്റെയും ആമേ സാന്നിധ്യം ശുശ്രൂഷ ഏറെ ദൈവജനത്തിന് അനുഗ്രഹത്തിന് കാരണമാക്കി തീർത്താട്ട്. ആമേൻ. കർത്താവെ, വളരെ ദുഃഖം പ്രിയപ്പെട്ടവർക്കുണ്ടല്ലോ, എങ്കിലും ദൈവം നൽകിയ പ്രത്യാശയ്ക്കായി സ്തോത്രം. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ ആ കർത്താവ് ഇറങ്ങി വരുമ്പോൾ, ക്രിസ്തുവിൽ മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കുമ്പോൾ ഈ പ്രിയ പിതാവ് തേജസ്സേറിയ സ്വർഗീയമായ വിണ്മയമായ ശരീരത്തുടമയായി ഉയർത്തു വരുന്ന ദിവസം ഞങ്ങൾ നോക്കി പാർക്കുന്നു. ഞങ്ങളുടെ ജീവിതകാലത്ത് കർത്താവ് വരുന്നെങ്കിൽ ഞങ്ങളും ജീവനോട് ഇരിക്കുമ്പോൾ തന്നെ രൂപാന്തരം പ്രാപിച്ച് ഒന്നിച്ച് കർത്താവിനെ മേഘങ്ങളിൽ എടുക്കപ്പെടുന്ന ദിവസത്തെ നോക്കി പ്രത്യാശയോടെ നിലകൊള്ളുവാനിടയാക്കുമാറാകണമേ. അതിനായി ഞങ്ങളെ സമർപ്പിക്കുന്നു. എല്ലാ ആശ്വാസത്താലും നിരജനത്തെ നിറച്ചാട്ട്, അതേ തുടർന്നുള്ള ശുശ്രൂഷകളെയും ആശീർവദിച്ചാട്ട് മഹത്വം പങ്കെടുത്താട്ട് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. ദയോടെ കേൾക്കുമാറാകണമേ. തുടർന്ന് ഈ മൃതശരീരം നമ്മൾ ആംബുലൻസിൽ കയറ്റി ചർച്ചിലേക്ക് കൊണ്ടുപോവുകയാണ്. ശാന്തമായിട്ട് അത് ചെയ്യാം. എല്ലാ പ്രിയപ്പെട്ടവരും ഇവിടെ നിന്ന് നമ്മുടെ തൊട്ടടുത്താണല്ലോ ആലയത്തിലേക്ക് വന്ന് ചേരാവുന്നതും ആണ്.